നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 3 മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി വാസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ സെല്ലിൽ മെയ് 25-നാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ദിവസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്ന അഫാനെ പിന്നീട് ഐസിയുവിലേക്കും സ്ഥിതി മെച്ചപ്പെട്ടതോടെ ആശുപത്രി സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. 2 മാസത്തിലേറെ സെല്ലിൽ ചികിത്സയിലായിരുന്ന അഫാനെ ബുധനാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്തത്. തൂങ്ങി മരിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു അഫാൻ. പിന്നീട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. പൂജപ്പുര ജയിലിലെ സഹതടവുകാർ നൽകിയ പ്രാഥമിക ശുശ്രൂഷയാണ് രക്ഷയായത്. ഓർമ്മശക്തി ഉൾപ്പെടെ തിരികെ ലഭിച്ചെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതോടെ അഫാനെ തിരികെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 3 കുറ്റപത്രങ്ങൾ പോലീസ് നൽകിയതിനാൽ വിചാരണ പൂർത്തിയാക്കുന്നതുവരെ അഫാന് ജയിലിൽ കഴിയേണ്ടി വരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ പോലീസിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനും കഴിയും. ആത്മഹത്യാശ്രമത്തിനും അഫാനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര നടന്നത്. പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മ ഷെമിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചു. അതിനുശേഷം ഉറ്റബന്ധുക്കളെ അവരുടെ വീടുകളിൽ എത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയത്. മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു 5 കൊലപാതകങ്ങളും അരങ്ങേറിയത്. കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യം കടുത്തു. കടം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുവാനും തീരുമാനിച്ചിരുന്നു. കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്തുവാൻ അഫാൻ പിന്നീട് പദ്ധതിയിടുകയായിരുന്നു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. പിതാവിന്റെ ഉമ്മ സൽമ ബീവിയോട് വിവിധ സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. പണയം വയ്ക്കുവാൻ സ്വർണം ചോദിച്ചിട്ട് നൽകാതിരുന്നതും വൈരാഗ്യത്തിന് കാരണമായി. സൽമാ ബീവിയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഇവർ ധരിച്ചിരുന്ന മാല പൊട്ടിച്ചെടുത്ത് വെഞ്ഞാറമൂടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു. ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതരും പറയുന്നത്. വിഷാദ രോഗത്തിന്റെ ഡോക്ടർമാരെ അടക്കം കണ്ടിരുന്നു. ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു. അതിനാൽ സദാസമയവും ജയിലിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരമറിയിച്ചു. പക്ഷേ എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാം. അപ്പോൾ അവൻ ചെയ്തതിന്റെ തെറ്റിന് അവൻ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം. പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോഴാണ് ഈ അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടം പെരുകിയത്. ഇതിൽ വഴക്ക് പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനൊടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അഫാന്റെ ആരോഗ്യനില കേസുകളൊക്കെ ബാധിക്കുന്ന അവസ്ഥയിലായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങുവാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. കൂടാതെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ പോലെ അത് ബാധിക്കുന്ന ഒരവസ്ഥ. ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നത് പോലും ഓർമ്മയില്ലെന്നായിരുന്നു അഫാൻ ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. എന്നാൽ 3 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു. തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായി പരിക്കേറ്റു. ശാരീരികമായും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. 3-4 മാസം ചികിത്സ തുടരേണ്ടി വരും. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞത് കനത്ത ക്ഷതം ഉണ്ടാക്കിയിരുന്നു. ജീവൻ രക്ഷിക്കുവാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവിൽ ഒക്കെ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ എല്ലാം തരണം ചെയ്ത് അഫാൻ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ അഫാൻ ജീവിതത്തിലേക്ക് വന്നുവെങ്കിലും അഫാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ അവിടെ നിന്നും ഇല്ലാതാകുന്നില്ല. തീർച്ചയായിട്ടും അഫാനെ വീണ്ടും ചോദ്യം ചെയ്യാം. അഫാന്റെ പേരിൽ ഇപ്പോൾ ആത്മഹത്യാശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇനി അഫാന്റെ വിധി എന്ത് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.